ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്യാനുണ്ട്. നോക്കാം ഓരോരോ വീഡിയോകളായിട്ട്. ആദ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ ഈ ചേച്ചിമാരുടെ വീഡിയോ ആണ്. ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസാവും. എന്താന്ന് പറ, ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസാവും. എന്താന്ന് പറ. എന്റെ അമ്മ വേറൊന്നും പറയുന്നത് എങ്ങനെ ചിന്തിക്കേണ്ടത്? നേരെ ചിന്തിച്ചാ മതി. ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിയുമ്പോ ലൂസ് ആയിരിക്കും. സോക്സ് ആണോ? ഇടുമ്പോൾ ടൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ലൂസ് വന്നു. ഇതിൻ്റെ മറുപടി ഞാൻ പറയണോ അതോ നിങ്ങൾ പറയണോ? ഇട്ട് കഴിഞ്ഞാൽ ലൂസാവും. എന്താന്ന് പറ. എന്റെ അമ്മ വേറൊന്നും പറയുന്നത്. വേറൊന്നും പറയല്ല. എന്നാണ് ഇവളുമാരെ കണ്ടാലേ അറിയാം നല്ല ഇടല് അറിയലാണെന്ന്. ഇടുമ്പോ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിയുമ്പോ ലൂസ് ആയിരിക്കും. സോക്സ് ആണോ? സോക്സ് ആണോ? ഒന്നും അറിയാത്ത പോലെ ഒന്നും പറയാനില്ല. ഇറങ്ങി പോയിനടി പിള്ളേരെ വഴിതെറ്റിക്കാതെ. അടുത്ത വീഡിയോ നോക്കാം. നിങ്ങളുടെ ഒരു സാധനം വലുതാകും ചെറുതാകും. എന്ത്? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് കുസൃതി ചോദ്യാണോ? അതെ, വലുതാവും ചെറുതാവും എന്നാണോ? അതെ. അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. നിങ്ങളുടെ ഒരു സാധനം വലുതാവും അത് ചെറുതാവും. എന്നും അങ്ങോട്ട് മാറി നിന്ന് വലുതാക്കി ചെറുതാക്കി കളിക്കും. അടുത്തൊരു വീഡിയോ പാട്ടാണ്. നല്ലൊരു റീലാണെന്ന് തോന്നുന്നു. ഒരു പാട്ടാണ്, പാട്ടിനുള്ള റീൽ. കണ്ട് 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 ഓ കണ്ട്. ഈ വർഷം പോയി, ഈ വർഷം പോയി, ഈ വർഷം പോയി. ഇതിൻ്റെയൊക്കെ ശല്യം ഇൻസ്റ്റാഗ്രാമിലും സഹിക്കാൻ വയ്യ. ഈ വർഷം തൊലച്ച്. എല്ലാം കാണിച്ചുകൊണ്ട് നടക്കണത്. ഒന്ന് പൊടി പിള്ളേരെ പഴപ്പിക്കാതെ. പുതിയ പിള്ളേരെ പഴപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ചൊവ്വേ തുണി നൂല് ഉടുക്കൂല, എല്ലാം കാണിച്ചുകൊണ്ട് നടക്കാനായിട്ട്. പോയി ചാവ്. അടുത്തൊരു വീഡിയോ നോക്കാം. ഇതാണ് ലണ്ടൻ അമ്മായി, അല്ലെങ്കിൽ ലണ്ടൻ അമ്മച്ചി എന്നും പറയും. അമ്മച്ചി എക്സസൈസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് എക്സസൈസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അത് ഈ കൈക്ക് എക്സസൈസ് കൊടുത്ത്, പിന്നെ അമ്മച്ചി ഈ കൈക്ക് എക്സസൈസ് കൊടുത്ത്, എന്നിട്ട് ഓരോ കാലിനെ കണ്ട. അമ്മച്ചിക്കറിയാം വയസ്സായ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വരുമെന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെങ്കിൽ ഇങ്ങനെ എക്സസൈസ് വേണം. വെരി ഗുഡ് അമ്മായി. അമ്മച്ചിയുടെ എക്സസൈസ് എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ജിമ്മിൽ പോകണമെന്ന് തോന്നുന്നു. അമ്മച്ചിയുടെ തന്നെ അടുത്തൊരു വീഡിയോ ഉണ്ട്. ലണ്ടൻ അമ്മായി കേരളത്തിൽ വന്നപ്പോൾ. നാട്ടിൻ പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് കശുവണ്ടി കാണാൻ പറ്റുള്ളൂ. ഞാൻ ആലപ്പുഴ വന്നപ്പോഴാണ്, ഈ എവിടെ വന്നപ്പോ സീക്രട്ട് ഗ്രനാറി ഹെറിറ്റേജ് സ്റ്റേയിൽ വന്നപ്പോഴാണ്. നാട്ടിൻ പുറത്ത് വന്നാൽ മാത്രമേ കശുവണ്ടി കാണാൻ പറ്റൂ. ലണ്ടനിലിരുന്നാൽ നല്ല ഫോറിൻ വണ്ടി കാണാൻ പറ്റും. ഞാൻ കണ്ടത് കശുവണ്ടി തൂങ്ങി നിൽക്കുന്നു. കണ്ടോ കശുവണ്ടിക്ക് ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? ഞാനൊരു ഉമ്മ കൊടുക്കണോ വേണ്ടേ? കശുവണ്ടിക്ക് ഉമ്മ കൊടുത്തോ, പക്ഷെ കടിക്കല്ലേ, അതിന്റെ കറ ചുണ്ടിലാവും വാവുള്ളൂ. കശുവണ്ടി കാണാതെ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അമ്മച്ചി കശുവണ്ടിക്ക് ഉമ്മ കൊടുക്കാനാണ് ലണ്ടനിൽ നിന്ന് നാട്ടിൽ വന്നത്. അടുത്ത വീഡിയോ നോക്കാം. എന്റെ പൊന്നോ, ഞാൻ ലണ്ടനിൽ വെച്ച് എന്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് പറക്കണതിന് മുമ്പ് ഞാൻ എന്ന് സ്വപ്നം കാണുന്ന ഒരു അണ്ണനായിരുന്നു ഡവറോളി അണ്ണൻ. ഡവറോളി അണ്ണനും അമ്മായി ഭയങ്കര കൂട്ടുകാരാണ്. അതാണ് ഡവറോളി എണ്ണ ഞാൻ ഒരു വീഡിയോയും ചെയ്താൽ അതിനൊന്നും മറുപടി ഒന്നുമില്ല. എന്നെങ്കിലും ഈ ഡവറോളി അണ്ണനെ കാണാൻ പറ്റിയല്ല, അല്ലോ നടക്കൂ. ഡവറോളി അണ്ണൻ അമ്മച്ചിക്ക് പറ്റിയ മാച്ചാണ് നമ്മളെ ഡവറോളി അണ്ണൻ. എന്തെണ്ണ ആ പറക്കിൽ കിടന്നാ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അണ്ണ എന്തിനാ ഈ വർത്താനങ്ങൾ അങ്ങനെ കളച്ചു? എന്തിനീ വർത്തമാനങ്ങൾ പറയണത്?
ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അമ്മച്ചി അണ്ണനെ കയറി കടിച്ചോ? പറഞ്ഞവൻ തമ്പി. ദോഷം പറയരുതല്ലോ. അണ്ണനും അമ്മയും നല്ല മാച്ച്. നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. ഒരു സ്കില്ല് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. പിടിച്ചേ. ഇപ്പൊ ഇവൻ ഇവിടെ ഇരിക്കുകയാണ്. അവനൊരു സ്കില്ലും ഇല്ലെന്നറിയാം, പക്ഷെ എനിക്കൊരു സ്കിൽ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പുതിയ പുതിയ കഴിവുകളും സ്കില്ലുകളുള്ള പിള്ളേരുണ്ട്. എങ്കിലും ഇവന്റെ സ്കില്ലൊന്നും അത് കൊള്ളാലോടാ. എന്നാലും അത് കൊള്ളാലോ. സൂപ്പർ സ്കില്ല്. ഒന്നുകൂടെ കാണിക്ക്. ചേട്ടേ, ഇവ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇവ എങ്ങനെയായാലും ജീവിച്ചു. ഒരു വീഡിയോ എടുക്കാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം എന്നാണ്. ഇവനാണ് മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ്. യവന്മാരൊന്നും പട്ടിണി കിടക്കേണ്ടി വരില്ല കേട്ടാ. അടുത്തൊരു വീഡിയോ കൂടി കാണാം. ഇത് യവന്റെ വീഡിയോ ആണ്. 2025 എന്റെ കോണ്ടന്റിന്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കുന്നംകുളം ശാന്ത 2025 is coming. അവന്റെ കണ്ടന്റിന്റെ പുതിയ അപ്ഡേറ്റ് പറഞ്ഞു. കുന്നംകുളം ശാന്ത നോക്കാം. സംഭവമൊക്കെ കൊള്ളാം. ഇവൻ കുന്നംകുളം ശാന്തയായി എന്നാണ് പറയുന്നത് 2025. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങൾ ആൾ മാറിപ്പോയി പോലും ഇവനെ ലൈൻ അടിക്കരുത്. ഇവ 2026 ആകുമ്പം വീണ്ടും മാറും. 2024 ആണായിരുന്നു. 2025 ഇവൻ ഫുള്ള് പെണ്ണാവാനാണ് തീരുമാനിച്ചത്. കുന്നംകുളം ശാന്ത. അടുത്ത് നിങ്ങൾ ആരെങ്കിലും വഴിമാറുകാർ ലൈൻ അടിച്ചു കഴിഞ്ഞാൽ 2026 ആകുമ്പോഴവൻ വീണ്ടും മാറും ആണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ തന്നെ. എന്നിട്ട് വീണ്ടും 2027 ആകുമ്പോൾ അവൻ അടുത്ത് വേറെ ഏതെങ്കിലും ശാന്തയെ കയറി പിടിക്കും. യവനെ നമ്പല്ലേ. പിന്നെ ഇവൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതല്ല. പകൽ യൂണിഫോം, രാത്രി പിന്നെ സാരിയും വെച്ചിട്ടിറാണ്. ഭായിജാൻ ഭായിജാൻ പൈസ ദോ പൈസ ദോ, ഭായിജാൻ ഭായിജാൻ പൈസ ദോ പൈസ ദോ. യുവമാരൊക്കെ പകൽ യൂണിഫോം, രാത്രിയാകുമ്പോൾ ഭായിജാൻ ഭായിജാൻ പൈസ ദോ പൈസ. ഒരു ഇങ്ങനത്തെ കുറച്ച് ടീച്ചേഴ്സ് കയറി വരും. അപ്പോൾ അവർ എണ്ണ ബ്രദർ എണ്ണ ബ്രദർ, അതേപോലെ ഇങ്ങനെ ഓരോരോ ഭാഷകൾ അവർ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഭയങ്കര സ്കില്ലാണല്ലേ. എന്തായാലും മിടുക്കനാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. How to survive. സുശാൻ ഉറങ്ങുന്ന പോലെ ആയിക്കോ കിട്ടും. ഇത് വേണ്ട, ഇങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. പുതിയ പിള്ളേർ ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴും അവരെ പറ്റിക്കാൻ വേറെ പറയണം. ഉറങ്ങണ പോലെ അഭിനയിക്കുന്നത് എന്തുവാടേ. അപ്പോൾ അവിടെ അവർ വന്നിട്ട് ഉറങ്ങണമെന്നും പറഞ്ഞിട്ട് പോയി. പോയാ ഭായിജാൻ ഭായിജാൻ പൈസ ദൂടാ. ഓക്കെ, അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. ഒരു ചേച്ചിയല്ലേ അതിൻ്റെ മുകളിൽ കുടുങ്ങിയിരിക്കുന്നത്. എലി
കെണിയിൽ കുടുങ്ങിയിരിക്കുന്നത് പോലെ. ഇത് എന്താ പറ്റി? ഫ്ലൈറ്റിൽ നിന്ന് നേരെ അതിൻ്റെ മണ്ടയിലേക്ക് ലാൻഡ് ചെയ്തതാണ്. അല്ല, എന്നാലും ചേച്ചി എങ്ങനെ അതിൻ്റെ മണ്ടയിലോട്ട് ഇറങ്ങി അറിയാൻ പാടില്ലല്ല. ചേച്ചി അവിടെ തന്നെ കയറിയിരിക്കുന്നു. ഓ ഓ കേട്ട, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചേച്ചി, അപ്പുറത്ത് പോലീസ്. പ്രതിഷേധ ജാഥയിൽ വന്നതാണ്. പക്ഷേ ചേച്ചി കുടുങ്ങിപ്പോയി. കണ്ടപ്പോൾ ഞാൻ ചേച്ചി ഫ്ലൈറ്റിൽ നിന്ന് നേരെ അതിലോട്ട് ലാൻഡ് ചെയ്തതാണെന്ന്. ശരി, ഓക്കെ. ഹൗ ടു സർവൈവ് ദാറ്റ് ചേച്ചി ഇൻ ദിസ് സിറ്റുവേഷൻ വി ക്യാൻ സി. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഇറങ്ങട്ടെ. ഹോ, അപ്പുറത്തെ സൈഡിലാണെങ്കിലും ഒന്ന് ഇറങ്ങി. എൻ്റെ പൊന്നോട്, പോലീസുകാർക്കെതിരായിട്ട് ചേച്ചി പ്രതിഷേധിച്ച് വന്നു. എന്നിട്ട് അപ്പുറത്ത് ഇറങ്ങിയിട്ട് പോലീസുകാരുടെ സൈഡിൽ നിന്ന് തിരിച്ച് കൂടെ വന്നവർക്കെതിരെ പ്രതിഷേധം. അതായിരിക്കും നമ്മുടെ പ്രതിഷേധം. ഇതാണ് പ്രതിഷേധം. നമ്മളും പ്രതിഷേധിക്കും അങ്ങോട്ട്, കണ്ട. എന്നാൽ പോലീസുകാരുടെ സൈഡ് പറ്റി തിരിച്ച് പ്രതിഷേധിക്കാൻ പഠിക്കണം. അങ്ങനെയാണ് ചേച്ചി നമ്മളിവിടെ പഠിപ്പിച്ചു തന്നത്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് നിർബന്ധിക്കാവൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഭയങ്കര ചൂട്.